പ്രത്യേകിച്ചാല് രണ്ട് കലാകാരന്മാർ രണ്ട് ജില്ലക്കാരാണ്. പക്ഷെ ഈ രണ്ട് ജില്ലക്കാരെ കലാകാരന്മാരെയും തബലവാദനം അഭ്യസിപ്പിച്ചത് ഒരു അധ്യാപകനാണ്. അദ്ദേഹം പഠിപ്പിച്ച രണ്ട് കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ് കിട്ടിയെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ കൂടെ അധ്യാപകനോട് നമുക്ക് പരിചയപ്പെടാം. മോന്റെ പേര്? കാശിനാഥ്. കാശിനാഥ്. ആനന്ദ് എസ് ഡി. സ്കൂളിന്റെ പേരെന്താ? വിശ്വഭാരതി. ജില്ല ഏതാ? ജില്ല ആലപ്പുഴ. SNSM കൊല്ലം. കൊല്ലം. അപ്പം കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും രണ്ട് സഹോദരന്മാരാണ്. ഇവരെ പഠിപ്പിച്ച രണ്ട് കുട്ടികളെയും തബലവാദനം പഠിപ്പിച്ച ഗുരുനാഥനാണ്. പേര് പ്രശാന്ത് ജി കൃഷ്ണൻ. ഇവിടെ സ്ഥലം കായംകുളമാണ്. അതെ. ഇവര് രണ്ട് സ്ഥലമായിട്ട് യാതൊരു ബന്ധമില്ല? ഇല്ലില്ല, ഇവരുടെ ഒരാൾ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ ഒരാൾ വളരെ ദൂരത്താണ്. അതെ അതെ. ഈ രണ്ടുപേരെ ഒരു കലാമേളയ്ക്കൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ മത്സരിപ്പിക്കുമ്പോൾ ഒരു ഗുരുനാഥനുള്ള വെല്ലുവിളി എന്തൊക്കെയാ? സത്യത്തില് ഒരു ഘട്ടം വരെ ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു ഇവർ ഒരു കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഒരാൾക്ക് അറിയാം എനിക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് എനിക്ക് സ്റ്റുഡന്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ സെയിം കാറ്റഗറി ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അത് വളരെ അടുത്ത ദിവസമാണ് ഇവർ തമ്മിൽ ഇത് അറിയുന്നത്. പക്ഷെ എന്നാലും അവര് തമ്മിൽ നമുക്ക് കുട്ടികൾ തമ്മിൽ ഒരു വേറുകൃത്യം ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരെയും ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തു. ഒരു ഗുരുത്വം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും അവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റി. അതിലെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്, അതോടൊപ്പം അഭിമാനമുണ്ട്. കാരണം ഇതൊരു എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഒരേ കാറ്റഗറിയിലേക്ക് നമ്മുടെ രണ്ട് സ്റ്റുഡൻസ് പോവാന്നുള്ളത്. കേരള വിഷൻ എല്ലാവിധ ആശംസകൾ. ഫസ്റ്റ് നമ്മുടെ ഗുരുനാഥന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്. എന്താ അറിയോ, ഇവരെ ഒരുപാട് തവണ വായിപ്പിച്ച ഞാൻ നമ്മുടെ മുട്ടിന്റെ പണിയെടുക്കും. അതായിട്ട് വലിയ പ്രശ്നം. അപ്പൊ എന്തായാലും വളരെ സന്തോഷമാണ്. കാരണം ഈ ഒരു സംഭവം കാണുമ്പോൾ ഓർമ്മയെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ തബലവാദകനാണ്. അദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് നൽകുകയാണ്. താങ്ക് യു. ശരി. ഒരേ ഇനത്തിൽ തന്നെ ഒരേ കാറ്റഗറിയിൽ തന്നെ രണ്ടുപേരെ മത്സരിപ്പിക്കുക, ഇരുവർക്കും എ ഗ്രേഡ് നേടിക്കൊടുക്കുക, അതൊരു ചെറിയ കാര്യമല്ല. എന്തായാലും മത്സരിച്ച കുട്ടികൾക്കും പഠിപ്പിച്ച ഗുരുവിനും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ കാളിദാസൻ രേണുകയും അവിടെ ഒരു അതിഥിയുമായി തയ്യാറാണ്. ആരാണ് കാളിയുടെയും രേണുവിന്റെയും കൂടെ ഉള്ളത്?